നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. കൈതപ്രം ദാമോദര നമ്പൂതിരി അവരുടെ 74ാമത് ജന്മദിനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. റഷ്യയിൽ നിന്ന് ലോകത്തേക്ക് ഏറ്റവും കൂറ്റൻ ചരക്ക് വിമാനം ഇറാനിൽ വന്നിറങ്ങി. എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റാണ്. പക്ഷേ ആ അമേരിക്കൻ പ്രസിഡന്റ് നിയന്ത്രിക്കുന്ന ഒരു ശക്തി ലോകത്ത്, രണ്ട് ശക്തി എന്ന് പറയാം. ഒന്നിനൊന്ന് പൂരിതമാണ്. ഒന്ന് മയക്കുമരുന്നും, മറ്റൊന്ന് ആയുധ ലോബി. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും 1 കിലോ സ്വർണത്തിന് 50 ലക്ഷം രൂപ, അല്ലെങ്കിൽ 60 ലക്ഷം വയ്ക്കും, ഇപ്പോൾ അല്പം കൂടിയുണ്ട്. പക്ഷേ 1 കിലോ ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നിന് ഈ ലോക വിപണിയിൽ ഇന്ത്യൻ റുപ്പി 100 കോടിയാണ്. അപ്പോൾ ഇത് 1:200, 1:200. അതാണ് ഈ കള്ള നോട്ടടിച്ച് മുതലാക്കാതെ ചില കള്ള ഡോളർ അടിച്ച് അവസാനം നിർത്തിയതൊക്കെ. അപ്പോൾ ആയുധം വിൽക്കുന്നതിനെ സംബന്ധിച്ച് എന്താ ചെയ്യട്ടെ? ആയുധം വിൽക്കണമെങ്കിൽ എവിടെയും യുദ്ധം നടക്കണം, അല്ലാതെ ആയുധം വിൽക്കുമോ? ശവപ്പെട്ടി വിൽക്കുന്നവന് ശവം ഉണ്ടാകണം, അപ്പോഴേ അവൻ സന്തോഷിക്കുള്ളൂ. അല്ലാതെ അസുഖം മാറി പോകുമ്പോൾ അവൻ ചിരിക്കില്ല, അവൻ ദുഃഖം ഉണ്ടാവും. അസുഖമായിട്ട് വരുമ്പോൾ സന്തോഷമാണ്. അതൊക്കെ കഥ നിങ്ങൾക്കറിയാം. അതുപോലെ ആയുധം ഉണ്ടാക്കുന്നവന് അത് വിൽക്കണം, ആയുധം ഉണ്ടാക്കണം. ഈ ഉണ്ടാക്കിക്കഴിഞ്ഞ ആയുധങ്ങൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് പൊട്ടിച്ച് കളയണം, നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അപകടമാണ്. തന്നെയുമല്ല, പുതിയതായിട്ട് ആയുധം കണ്ടുപിടിച്ചിട്ടുമ്പോൾ അത് പരീക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്, കാലാവധി തീരാറായ ആയുധം പൊട്ടിച്ച് കളയാൻ പറ്റുമോ? അത് നഷ്ടമല്ലേ? അപ്പോൾ അത് വിറ്റ് ഏതെങ്കിലും രാജ്യത്ത്, ഈ ആയുധ നിർമ്മാണ രാജ്യങ്ങളല്ലാതെ ഏതെങ്കിലും 3ാം രാജ്യത്ത് ഇത് പ്രയോഗിക്കണം. എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കണം. ഇപ്പോൾ റഷ്യക്കെതിരെ അമേരിക്ക കണ്ടുപിടിച്ച വലിയ ഇതൊക്കെ തകർക്കുന്ന മിസൈൽ ബോംബുകൾ കണ്ടുപിടിച്ച ആ ബോംബ് പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് റഷ്യ യുദ്ധം അമേരിക്ക ഇല്ലാതെ വന്ന് അവസാനം അത് നശിപ്പിക്കാൻ എന്ത് ചെയ്യണം? വേറൊരു രാജ്യം കണ്ടുപിടിച്ച്, അതാണ് ഇറാഖിലേക്ക് കൊണ്ടുപോയി വെറുതെ അല്ല, കാശ് കൊടുത്ത് ഇറാഖിന് വാങ്ങിപ്പിച്ചിട്ട് അവിടെ അത് പൊട്ടിച്ച് നോക്കി പരീക്ഷ നോക്കി. ഇതാണ് അവസ്ഥ. അപ്പോൾ മിതമായി ഇപ്പോൾ 2 കാര്യം. ഒന്ന്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്ന ആയുധങ്ങൾ കാലാവധിക്കുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം. നശിപ്പിക്കലും ഉപയോഗം തമ്മിൽ വ്യത്യാസമുണ്ട്. നശിപ്പിക്കുക നമുക്ക് കാശ് കിട്ടില്ല മാത്രമേ നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കണം. അത് വിലക്ക് വിറ്റുകൊണ്ട് അന്യരാജ്യത്ത് അത് ചെയ്യും. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ആയുധങ്ങളുടെ പരീക്ഷ നടത്തും. അതൊരു സ്പേസ് വേണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യുദ്ധം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഈ ലോകത്ത് ഇതിനെ നയിക്കുന്ന ശക്തികൾ, ദുഷ്ടശക്തികൾ, ദുഷ്ടശക്തികൾ അവരാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ലോകമുള്ള എത്ര കാലം യുദ്ധം തീരുമെന്നോ പിന്നെ സമാധാനം ഉണ്ടാവുമെന്ന് സാധാരണക്കാരെ നമ്മൾ ആരും വിചാരിക്കണ്ട. ഇപ്പം ഇതൊരു അഡ്വാൻറ്റേജ്, ഗുണമുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്നതുകൊണ്ട് അവർ ആയുധം പൊട്ടിച്ചു തീർന്നാൽ പുതിയ ആയുധ പരിശീലനയിലൂടെ യുദ്ധം തീർക്കും അല്ലെങ്കിൽ തീരും. അതുകൊണ്ട് 3ാമതൊരു മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതാണ് ആകെക്കുള്ളൊരു മെച്ചം. ഇതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം വെച്ചാൽ, ഇപ്പോൾ ഇറാനിൽ അവരെ നശിപ്പിച്ചു. പിന്നീട് ഹമാസ് നേതാവിനെ. അപ്പം മിണ്ടാതിരുന്ന അറബികൾ യോഗം കൂടിയിട്ട് ഇപ്പം ചെന്ന് ഇറാനോട് പറയാണ്, നിങ്ങൾ അധികം പ്രകോപനം ചെയ്യരുത്. അപ്പോൾ ഇറാനെ സമ്മതിച്ചില്ല. അപ്പോൾ ഇവിടെ പരസ്പരം ഒരു ഭയവും കൂടിയുണ്ട്. ഇറാന് സൗദിക്ക് ഭയം, ലിബിയയിലത്തെ അവരെ സൗദിക്ക് ഭയം, സൗദിക്ക് യമന് ഭയം. അങ്ങനെ പരസ്പരം ഭയത്തിലാണ് അറബികൾ തന്നെ നിൽക്കുന്നത്.
അതായത് നമ്മുടെ സൂര്യൻ, അതായത് ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നതൊപ്പം തന്നെ അത് പരസ്പരം ഒന്നുകൂടി കറങ്ങുന്നുണ്ട്. ആ ഒന്ന് കറങ്ങുമ്പോൾ ഒരു ദിവസമാകും, അത് 365 പ്രാവശ്യം കറങ്ങുമ്പോൾ ഒരു കൊല്ലമാകും. അത് ഇവിടെ അറബികൾ തമ്മിൽ ഒരു വിശ്വാസക്കുറവുണ്ട്, അല്ലാതെ വിശ്വാസമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇസ്രായേലിനെ പിണക്കാനും പറ്റില്ല, എന്നാൽ ഇപ്പോഴത്തെ അറബി രാജ്യങ്ങളിലൊക്കെ തീരുമാനം അനുസരിച്ച് അവരെ അടുക്കാനും പറ്റില്ല. അങ്ങനത്തെ വലിയ പ്രതിസന്ധിയിലാണ്. വലിയൊരു എഗ്രിമെൻ്റാണ് സൗദി അറേബ്യയും ഇസ്രായേലും കൂടി പിന്നെ ഉണ്ടാകുന്ന തീരുമാനിച്ചു ഒക്ടോബർ 7 മുമ്പ്. ആ എഗ്രിമെൻ്റ് ഇടേണ്ട തലേ ദിവസം മറ്റാണ് ഇസ്രായേൽ പിന്നീട് ഗാസയിൽ നിന്ന് അവിടെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ എന്നൊക്കെ പലർക്കും അറിയാം. അതിൽ വൻ ശക്തികളുണ്ട്. ഇതൊക്കെ അപ്പൂപ്പന് തമാശയിലെന്ന പോലെ ഇതൊക്കെ വൻ ശക്തികളുടെ ഒരു കളിയാണ്. അല്ല, അതിൽ കവിഞ്ഞുള്ള ഒരു ആക്രമണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തീരും. അത് കടലിൽ തിരയുണ്ടായാൽ അത് കരയിൽ അവസാനിക്കുന്ന പോലെ ഇതെല്ലാം തീക്ത ബലം അനുഭവിക്കുന്നത് ആരാണ്? സാധാരണക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, പാവപ്പെട്ടവർ. ഒരു പണക്കാർ ഇതിലൂടെ ഒരാൾ ചാവോ ഒന്നും ചെയ്യില്ല. അവന് സുരക്ഷയൊക്കെ ഉണ്ട്. ഇപ്പം ബംഗാളിൽ നെത്തിനാവ് ബംഗാളിൽ വിളിച്ച് ജീവന് പേടിയില്ലേ? നാളെ അമേരിക്കൻ പ്രസിഡന്റ് ബംഗാളിൽ വിളിച്ച്. അപ്പം അവരുടെ ജീവനൊക്കെ അവർക്ക് ഭയങ്കര വിലയാണ്. നിരപരാധികളായ പച്ച മനുഷ്യനെ ആയിരങ്ങൾ കൊല്ലുന്നതിന് അവർ സന്തോഷിക്കുകയാണ്. ഈ നരാധന്മാരെ നമ്മൾ ദൈവം സൃഷ്ടിച്ചാൽ നമുക്ക് ഖേദിക്കും, ദുഃഖിക്കും. അത് അന്തർദേശീയ കാര്യം. ദേശീയ കാര്യത്തിലേക്ക് വന്നിട്ട് നമുക്ക് നിർത്താതെ. ഒന്ന്, വൈറ്റ് ഗാർഡിന് ഭക്ഷണ വിതരണത്തിൽ ഒരു പോലീസ് ഓഫീസർ വന്ന് അത് നിർത്തിച്ചെന്നും അല്പം പരുക്കൻ ഭാഷയിൽ കൂടിയാണ് സംസാരിച്ചതെന്ന് ആരോപണമുണ്ട്. അത് അവസാനം പിൻവലിക്കുകയും ചെയ്തു. ഇവിടെ നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി സഖാവ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് എതിർപ്പുണ്ടാകാം, രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ലീഗല്ല മുസ്ലിം സമുദായം, അത് മനസ്സിലാക്കണം. ലീഗിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളിത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയാണ്, ഓക്കെ. പക്ഷേ ലീഗിനോട് എതിർക്കുന്നതിൻ്റെ പേരിൽ സമുദായം തൊട്ട് കളിക്കരുത്. ഈ വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ അവർ ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അവർ പിന്നെ ഗൾഫ് മലയാളി അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ട് 100 കോടി രൂപ ഇപ്പോൾ സംഭാവന കൊടുത്തു കഴിഞ്ഞു. ആ ഡോക്ടർ പിന്നെ എന്താണ് യൂസഫലിയുടെ മരുകന് 50 കോടിയാണ് കൊടുത്തത്, ഇനിയും കൊടുക്കാൻ തയ്യാറാണ്. അതൊന്നും കാര്യമായിട്ട് വാർത്തയായിട്ട് കാണുന്നില്ല. 5 കോടി കൊടുത്ത് 3 കോടി കൊടുത്തേ കാണുന്നുള്ളൂ. അല്ലാതെ യൂസഫലി അങ്ങനെ പിന്നെ ഗൾഫ് മലയാളികൾ തന്നെയല്ല, ഇപ്പോൾ ഗൾഫ് മലയാളികൾ കൂടി തീരുമാനമെടുത്ത് അവരുടെ വർക്ക് ചെയ്യുന്ന റിസോർട്ടിലെല്ലാം ഈ അപകടത്തിൽ കഴിയുന്ന ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് ഇനിയൊരു വീട് ഉണ്ടാക്കുന്നവരെ അവരെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് പാർപ്പിക്കാൻ സന്നദ്ധമാണ്. സർക്കാർ അറിയിച്ചിരിക്കുകയാണ്, അല്ല അവരല്ല, സർക്കാർ അറിയിച്ച. അത് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ ധാരണയെത്തി ആൾക്കാർക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ റിസോർട്ട്, ലോഡ്ജ് അല്ലെങ്കിൽ പൂട്ടിയ വീടുകളൊക്കെ താമസിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശ മലയാളികൾ ഒരുപിടി കാര്യങ്ങൾക്ക് ഇന്ത്യയിലെ കേരളത്തെ സഹായിക്കുന്ന മനസ്സറിഞ്ഞ്. അതിൽ ഇന്നാൾ കണ്ടില്ലേ, ഒരു ഇഞ്ചക്ഷൻ വേണ്ടി അതിന് വേണ്ടി 32 കോടി രൂപ, പിന്നെ ഒരാൾക്ക് ജീവൻ രക്ഷയും 36 കോടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോടികൾ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടെ ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വേറെ വേസ്റ്റ് ആക്കുന്നില്ല. തനിമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊരു ചായ കുടിക്കണമെങ്കിൽ അത് അറബിയുടെ അല്ലെങ്കിൽ പണമാണ്, ഗൾഫിൽ പണമാണ്. നമ്മളൊരു ഷർട്ട് ഉണ്ടെങ്കിൽ അവരുടെ പണമാണ്, വീട് വയ്ക്കാൻ അവരുടെ പണം, മാൾ കെട്ടിയ അവരുടെ പണം, എന്നിട്ട് അവർ കുറ്റം പറയും. അതൊക്കെ നമ്മുടെ സ്വഭാവമാണ് വയ്ക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം തൃശ്ശൂർ പൂരപ്പറമ്പിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാതെ വളരെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഏകോദര സഹോദരന്മാരെ പോലെ ആലുവ ശിവരാത്രി പോലെ ഈ ജാതി മത ഭേദമന്യേ സുന്ദരമെന്ന് നടത്തി കൊടുത്താണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം അതിലൊരു തലസുണ്ടാക്കി ഒറ്റ പോലീസുകാരൻ. അത് സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ളൊരു തന്ത്രമല്ലേതോ. അപ്പോൾ കേരളം ഭരിക്കുന്ന പോലീസ് മുഖ്യമന്ത്രി പിണറായി സഖാവോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങേക്കാണ് ക്ഷീണം. അതുപോലെ ഇപ്പോൾ ഈ ഭക്ഷ്യവിതരണം ചൊല്ലിക്ക് ഏകപക്ഷമായിട്ട് നിർത്തിച്ചു. അതൊക്കെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അതൃപ്തി തോന്നാൻ ഇടയാകും. ഇതെല്ലാം ക്ഷീണം പറ്റുന്നത് ആർക്കാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന കക്ഷി ഇപ്പോൾ നിങ്ങളാണല്ലോ, നിങ്ങൾക്കാണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അത് മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്ത് ഒക്കെ ബോർഡിലെ
ചില നിയമം മാറ്റാൻ 40 പുതിയ നിയമം ഉണ്ടാക്കി രഹസ്യമായിട്ടൊരു ബില്ലൊക്കെ കൊണ്ടുവന്ന അമിത്ഷാ മാത്രം പറഞ്ഞ് വേറെ ആരും കാണിക്കാത്തൊരു ബില്ലൊക്കെ അതുണ്ട്. ആ ബില്ലിൽ പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന്, വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ അത് സമ്പന്നൻ, സംഭാവനക്ക് സമ്പന്നൻ, ആ സമ്പന്നൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ഇഷ്ടത്തിനും വേണ്ടി സമുദായത്തിലെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി സ്വമേധയാ ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിനാണ് വഖഫ്. അത് വഖഫ് ചെയ്ത ആ വസ്തുവിന് ദൈവത്തിനാണ്, അത് അല്ലാഹുവിൻ്റെയാണ്. അതിൽ ആർക്കും കൈ എടുത്താൽ ഇടാനോ പാടില്ല. അങ്ങനെയുള്ള ഇതിനെ സമയത്ത് ഇപ്പോൾ അതെല്ലാം മാറ്റി അതിൻ്റെ തീരുമാനം എടുക്കാനൊക്കെ കളക്ടർ, ഇപ്പോൾ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയാണ്, ശിക്ഷിക്കാൻ അധികാരമുള്ള ആൾ കൂടിയാണ്, അല്ല വെറും കളക്ടറല്ല. അദ്ദേഹത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ് ഇനിയുള്ള വഖഫ് അന്വേഷിക്കണം. അങ്ങനെ വഖഫ് ബോർഡുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ അത് ഇപ്പോൾ 8 ലക്ഷം ഏക്കർ സ്ഥലം ഇന്ത്യയിൽ വഖഫ് ബോർഡിൻ്റെ കയ്യിൽ, വഖഫ് ബോർഡ് അത് കിടപ്പിട്ട് കണ്ണായ സ്ഥലങ്ങൾ. പക്ഷെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് അതിനോടൊപ്പം അതിൽ നല്ലൊരു ശതമാനം അവരുടെ കയ്യിലാണ്, കയ്യേറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ അംബാനി താമസിക്കുന്ന വീട് പോലും വഖഫ് സ്ഥലത്താണ്, അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം ഇനി വഖഫ് ബോർഡ് വഖഫ് ബോർഡ് സ്വത്ത് പബ്ലിക്കിൽ കയ്യേറിയെന്നതിന് പകരം അതിൻ്റെ തിരിച്ചു വയ്ക്കുന്നറിയോ, സർക്കാർ ഭൂമി കയ്യേറിയാണ് വഖഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തീരുമാനത്തിലാണ് BJP എത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അതെല്ലാം സർക്കാരിൽ തിരിച്ചെടുക്കണം, അങ്ങനെ തീരുവുണ്ടാകും. മറ്റൊന്ന്, സ്ത്രീകൾക്ക് കൂടി സാധ്യത ഭരണത്തിൽ വേണം എന്നുള്ള നിയമമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതൊന്നും നല്ല ഒരു കീഴ്വഴക്കോ നല്ലൊരു രീതിയോ അല്ല. ഇപ്പോൾ തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ നടന്ന സംഭവം അറിയാലോ, ഷെയ്ഖ് ഹസീന ഇപ്പോൾ ജീവൻ രക്ഷാർത്ഥം ഹെലികോപ്റ്റർ കയറി ഇന്ത്യയിലേക്ക് എത്തിയത്, ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നതാണ് അവരോരോ പെങ്ങളും കൂടി. ഒരു കാര്യം മനസ്സിലാക്കണം, 90% മറ്റ് മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിലുള്ളത്, 10% മറ്റ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുള്ളൂ, ന്യൂനപക്ഷമുള്ളൂ. അതേ സ്ഥാനത്ത് പിന്നെ പാകിസ്ഥാനിൽ 3% ഹിന്ദുക്കൾ. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു 18-20% ഉണ്ടായതാണ്. അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ ഒരു ആരോപണം ഇവിടുത്തെ സംഘപരിവാരമൊക്കെ ഉണ്ട്. അതിൽ കാര്യം എന്താണ്, ബംഗ്ലാദേശ് പാകിസ്ഥാൻ 2ആയപ്പോൾ ഹിന്ദുക്കൾ മുഴുവൻ അധികം അതിൻ്റെ 90% ഉള്ളത് ബംഗ്ലാദേശ് ഭാഗത്തായിരുന്നു. അപ്പോൾ അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ അതിൻ്റെ 3% ഉള്ളൂ. അത് ശരിയാണ്. അതിനകത്ത് അവിടെ കൊന്നവരല്ല, ആ വിഭജനം വന്നപ്പോൾ മുഴുവൻ ഹിന്ദുക്കൾ കൂടുതലും ഉണ്ടായിരുന്നത് ബംഗ്ലാദേശ് ഭാഗത്താണ്. അതാണ് അങ്ങനെ കുറവ്. അതിന് പറയുന്നുണ്ടോ 20% ഉണ്ടായതാണ്, ഇപ്പോൾ 3%. എന്തെല്ലാം ആരോപണമാണ്. അപ്പോൾ ഇതിൻ്റെ 90% മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു ജാതി ഉള്ള സ്ഥലത്ത് അവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ജീവരക്ഷാർത്ഥം അയൽ രാജ്യത്തേക്ക് ഓടേണ്ടി വന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയിലോ അതിനേക്കാൾ മാരകമായ നിയമവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കാണ് ഇന്ത്യയിൽ. എന്നിട്ടും 80% ഇവിടെ ഹിന്ദു സമുദായം, ബാക്കി 20% ന്യൂനപക്ഷങ്ങളാണ്. ആ 80% 20% ന്യൂനപക്ഷങ്ങളുണ്ടായിട്ടും ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് പുറത്തു പോകേണ്ടി വന്നിട്ടില്ല. കാരണം അതാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിയുള്ള കാര്യങ്ങൾക്കിടയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ബംഗ്ലാദേശിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.